ഇന്ന് നാം ഇറാൻ എന്ന് വിളിക്കുന്ന രാജ്യം ഒരു കാലത്ത് ലോകത്തിൽ പേർഷ്യ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. മനുഷ്യ സംസ്കാരത്തിന്റെ ഏറ്റവും പുരാതന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ആ ഭൂമി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ അവിടെ ശക്തമായ രാജ്യങ്ങളും സമ്പന്നമായ സംസ്കാരവും വളർന്നു വന്നിരുന്നു. ക്രിസ്തുവിന് മുമ്പ് ഏകദേശം 550 കാലഘട്ടത്തിൽ സൈറസ് ദ ഗ്രേറ്റ് എന്ന ശക്തനായ രാജാവ് വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ചു. അതാണ് ആക്കമനീഡ് സാമ്രാജ്യം. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അത്. ഇന്നത്തെ ഇറാൻ മാത്രമല്ല, ഇറാഖ്, തുർക്കി, ഈജിപ്ത്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നിവയുടെ വലിയ ഭാഗങ്ങൾ വരെ ഈ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. സൈറസിന് ശേഷം അധികാരത്തിലെത്തിയത് ദാരിയസ് ഒന്നാമൻ എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് സാമ്രാജ്യം കൂടുതൽ ശക്തമായി. വലിയ റോഡുകൾ നിർമ്മിച്ചു, നികുതി സംവിധാനം ശക്തമാക്കി, സാമ്രാജ്യത്തെ പല പ്രവിശ്യകളായി വിഭജിച്ച് ഭരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കി. എന്നാൽ ക്രിസ്തുവിന് മുമ്പ് 330-ൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് പേർഷ്യയെ ആക്രമിച്ചു. അതോടെ ആ മഹാസാമ്രാജ്യവും തകർന്നു. അതിനുശേഷം പല രാജവംശങ്ങളും വന്ന് ഇറാനിൽ ഭരിച്ചു. BC 247 മുതൽ പാർത്തിയൻ സാമ്രാജ്യം ശക്തമായി. പിന്നീട് 224-ൽ സസാനിയൻ സാമ്രാജ്യം രൂപപ്പെട്ടു. പേർഷ്യയുടെ അവസാനത്തെ വലിയ പുരാതന സാമ്രാജ്യമായിരുന്നു അത്. എന്നാൽ ക്രിസ്തുവിനു ശേഷം 7-ാം നൂറ്റാണ്ടിൽ അറബ് മുസ്ലിം സൈന്യങ്ങൾ ഇറാനെ കീഴടക്കി. അതോടെ ഇറാൻ പതുക്കെ ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് മാറി. നൂറ്റാണ്ടുകൾക്ക് ശേഷം 1794-ൽ ഖജാർ രാജവംശം ഇറാനിൽ അധികാരത്തിലെത്തി. ഖജാർ രാജവംശം യഥാർത്ഥത്തിൽ ഒരു തുർക്കിക് ഗോത്ര കുടുംബമായിരുന്നു. അവർ മധ്യേഷ്യയിൽ നിന്ന് ഇറാന്റെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് കുടിയേറിയവരാണ്. സഫവീദ് സാമ്രാജ്യകാലത്ത് അവർ സൈന്യത്തിൽ സേവനം ചെയ്തിരുന്നു. പിന്നീട് സഫവീദ് ഭരണകൂടം തകർന്നപ്പോൾ ഇറാനിൽ രാഷ്ട്രീയ അസ്ഥിരതയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഖജാർ ഗോത്രത്തിലെ നേതാവ് ആഖ മുഹമ്മദ് ഖാൻ ശക്തമായ സൈന്യമൊരുക്കി പല യുദ്ധങ്ങൾക്കും ശേഷം 1794-ൽ ഇറാന്റെ ഭരണാധികാരിയായി ഉയർന്നത്. എന്നാൽ ഖജാർ ഭരണകാലത്ത് ഇറാൻ വളരെ ദുർബലമായ രാജ്യമായി മാറി. ബ്രിട്ടനും റഷ്യയും ഇറാനിലെ രാഷ്ട്രീയത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ശക്തമായി ഇടപെടാൻ തുടങ്ങി. യുദ്ധങ്ങളിൽ ഇറാൻ പല പ്രദേശങ്ങളും നഷ്ടപ്പെടുത്തി. കൂടാതെ എണ്ണ, ഖനികൾ തുടങ്ങിയ സാമ്പത്തിക അവകാശങ്ങൾ വരെ വിദേശ കമ്പനികൾക്ക് നൽകി. ഇതൊക്കെ ജനങ്ങളിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഈ സാഹചര്യത്തിലാണ് 1921-ൽ ഒരു സൈനിക കലാപം നടന്നത്. അതിന് നേതൃത്വം നൽകിയ സൈനിക ഓഫീസറായിരുന്നു റേസാ ഷാ പഹ്ലവി. 1925-ൽ അദ്ദേഹം ഖജാർ രാജവംശത്തെ നീക്കി പഹ്ലവി രാജവംശം സ്ഥാപിച്ചു. അധികാരത്തിലെത്തിയ റേസാ ഷാ ഇറാനെ ആധുനികമാക്കാൻ ശ്രമിച്ചു. റോഡുകളും റെയിൽവേകളും നിർമ്മിച്ചു, സ്കൂളുകളും സർവകലാശാലകളും സ്ഥാപിച്ചു. 1935-ൽ പേർഷ്യ എന്ന പേര് മാറ്റി രാജ്യത്തിന്റെ ഔദ്യോഗിക പേര് ഇറാൻ എന്നായി പ്രഖ്യാപിച്ചു. എന്നാൽ 1941-ൽ 2-ാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും ഇറാനെ ആക്രമിച്ചു. റേസാ ഷായ്ക്ക് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹത്തെ വിദേശത്തേക്ക് നാടുകടത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് റേസാ ഷാ പഹ്ലവി ഇറാന്റെ രാജാവായി. അദ്ദേഹത്തിന്റെ ഭരണകാലം 1979 വരെ നീണ്ടുനിന്നു. 1963-ൽ അദ്ദേഹം വൈറ്റ് വിപ്ലവം അഥവാ ധവള വിപ്ലവം എന്ന പരിഷ്കരണ പദ്ധതി ആരംഭിച്ചു. ഈ പദ്ധതിയുടെ ഭാഗമായി വലിയ ഭൂമി ഉടമകളിൽ നിന്നുമുള്ള ഭൂമി ഏറ്റെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. ഇറാനിൽ സ്ത്രീകൾക്ക് ആദ്യമായി വോട്ട് ചെയ്യുവാനുള്ള അവകാശം ലഭിച്ചു. ഗ്രാമങ്ങളിൽ പുതിയ സ്കൂളുകൾ ആരംഭിച്ചു. ഫാക്ടറികളും എണ്ണ വ്യവസായവും വളർന്നു. ഇതിന്റെയെല്ലാം ഫലമായി ഇറാന്റെ സമ്പദ് വ്യവസ്ഥ വേഗത്തിൽ വളരാൻ തുടങ്ങി.
ഈ കാലയളവിൽ ഇന്ത്യയും ഇറാനും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. ഇറാനിൽ നിന്ന് ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ എത്തി. ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് ചായകളും വസ്ത്രങ്ങളും മസാലകളുമെല്ലാം കയറ്റുമതി ചെയ്തു. കൂടാതെ ഇന്ത്യയിൽ നിന്നുള്ള ചില വ്യാപാരികളും തൊഴിലാളികളും ഇറാനിൽ ജോലി ചെയ്യാൻ പോയിരുന്നു. എന്നാൽ പെഹ്ലവി ഭരണകാലത്ത് വികസനം ഏറെ ഉണ്ടായിരുന്നെങ്കിലും വേറെ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഭരണകൂടം ഏകാധിപത്യ സ്വഭാവമുള്ളതായിരുന്നു. തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും യഥാർത്ഥ അധികാരം രാജാവിന് തന്നെയായിരുന്നു. പിന്നെ ഷാ രൂപീകരിച്ച രഹസ്യ പോലീസായിരുന്നു സാവാഗ്. ഈ രഹസ്യ സംഘം സർക്കാർ വിമർശകരെ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും പലപ്പോഴും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ കൊണ്ട് ജനങ്ങളിൽ വളരെ വലിയ ഭയവും പരിഭ്രാന്തിയുമെല്ലാം ഉണ്ടായി. ഷാ രാജ്യത്തെ പാശ്ചാത്യ രീതിയിൽ മാറ്റാൻ ശ്രമിച്ചിരുന്നു. അതിനാൽ പല ഇസ്ലാമിക മത നേതാക്കളും അദ്ദേഹത്തെ എതിർത്തു. ഇതിനെയെല്ലാം ശക്തമായി വിമർശിച്ച മത നേതാവായിരുന്നു റൂഹുല്ല ഖൊമേനി. അദ്ദേഹം ഒരു ഷിയ ഇസ്ലാമിക മതപണ്ഡിതനായിരുന്നു. 1964 അദ്ദേഹത്തെ ഇറാനിൽ നിന്നും പുറത്താക്കി. പിന്നീട് അദ്ദേഹം തുർക്കിയിലും ഇറാഖിലും താമസിച്ചു. പിന്നീട് ഫ്രാൻസിൽ നിന്ന് ലോക മാധ്യമങ്ങളിലൂടെ ഷാ ഭരണത്തെ വിമർശിച്ചു. ഇതിനിടെ ഇറാനിൽ വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിരുന്നു. ഒടുവിൽ 1979 ഷാ രാജ്യം വിട്ടുപോയി. അതേ വർഷം തന്നെ ഖൊമേനി ഇറാനിലേക്ക് തിരിച്ചെത്തി. അദ്ദേഹത്തെ വരവേൽക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവുകളിൽ കൂടിയിരുന്നു. ഇതോടെ ഇറാനിൽ രാജഭരണം അവസാനിച്ചു. 1979 ശേഷം ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറി. ഇത് സാധാരണ ജനാധിപത്യ രാജ്യം പോലെയല്ല. ഇവിടെ മതനേതാക്കളും ഭരണകൂടത്തിന്റെ പ്രധാന ഭാഗമാണ്. രാജ്യത്തിന്റെ ഏറ്റവും വലിയ അധികാരം സുപ്രീം ലീഡർ എന്ന പദവിക്കായിരിക്കും. ആദ്യം ആ സ്ഥാനത്ത് ഖൊമേനി ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അലി ഖൊമേനിയാണ് ആ സ്ഥാനത്തെത്തിയത്. ഇറാനിൽ പ്രസിഡന്റ്, പാർലമെന്റ് തുടങ്ങിയ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടെങ്കിലും സുപ്രീം ലീഡറിന് വലിയ അധികാരമാണ്. നിയമങ്ങളിലും സമൂഹത്തിലും വന്ന മാറ്റങ്ങൾ വിപ്ലവത്തിന് ശേഷം രാജ്യത്ത് ഇസ്ലാമിക നിയമങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. പല സാമൂഹിക നിയമങ്ങളും മാറ്റി. സ്ത്രീകൾ പൊതുവേദികളിൽ ഹിജാബ് ധരിക്കണമെന്ന നിയമം കൊണ്ടുവന്നു. പല പാശ്ചാത്യ സംസ്കാര സ്വാധീനങ്ങളെയും നിയന്ത്രിച്ചു. മദ്യപാനം, ചില വിനോദങ്ങൾ തുടങ്ങിയവയ്ക്ക് കടുത്ത നിയന്ത്രണങ്ങളുണ്ടായി. മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും പല നിയന്ത്രണങ്ങൾക്കും വിധേയമായി. മതപരമായ ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. പല അന്താരാഷ്ട്ര ഉപരോധങ്ങളും ഇറാനുമേൽ വന്നു. ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ സാമ്രാജ്യങ്ങളും യുദ്ധങ്ങളും വിപ്ലവങ്ങളും കടന്നുപോയ ശേഷം പുരാതന പേർഷ്യയുടെ ഭൂമി ഇന്നത്തെ ഇറാൻ എന്ന രാജ്യമായി മാറി.